പ്രിയജനങ്ങളെ സൽക്കലാഹൃദയരേ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. പ്രിയജനങ്ങളെ സൽക്കലാഹൃദയരേ. പ്രൗഢഗംഭീരമായ സദസ്, അതിന് തൊട്ടു പിന്നാലെ അതിഗംഭീരമായ ആരെയും ആകർഷിക്കുന്ന മനോഹരമായ ഒരു ക്ഷേത്ര തിരുമുറ്റം. ഇന്നത്തെക്കാൾ കൂടുതൽ മുച്ചിട്ട് കളിക്കാരും ചീട്ട് കളിക്കാരും പല പല ഈ ഉത്സവപ്പറമ്പിൽ വരുന്ന പല പല ആൾക്കാർ അതിലും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ധാരാളം ആൾക്കാർ. വൈക്കം കായലിൽ ഓളം തള്ളുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ മാരനെ വീരനെയൻ അൻപുറ്റ ഒരൊറ്റ അടിയാണ്. അപ്പോൾ തബലയുടെ ഡെക്ക ഒരു കൊട്ടും തബലയുടെ ഒരു കൊട്ടും സിമ്പൽ ഇതിനകത്ത് വലിയ ഘടകമാണ്. ഠില്ലെന്നുള്ള ശബ്ദം. അപ്പോൾ പിന്നെ ഹാർമോണിയം, അന്ന് കീബോർഡൊന്നുമില്ല. MA പോകണ്ട, BA പോകാതെ 4ാം ക്ലാസ് പഠിക്കാത്ത ഒരു കർഷക തൊഴിലാളി ഒത്തല്ലോ കേൾക്കുമ്പോൾ ഇവൻ ചെന്നു. അപ്പോൾ ഇവ ചെല്ലുന്ന രംഗം അമ്മയെ ചോറണം പോകും. ലെവൽ മാറി. അന്ന് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. സത്യം, നമ്മൾ ഈ വേർപാടെന്നൊക്കെ പറയുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ ധാരാളം മരണങ്ങൾ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, നമ്മൾ പോകാറുണ്ട്. പക്ഷേ അവനവൻ്റെ ജീവിതത്തിൽ സങ്കട കീർത്തനമെൻ പേർക്കായി പാടിടുവീ. കഥാപ്രസംഗം പൊതുവെ അസ്തമയം ആയിക്കൊണ്ടിരിക്കുന്നു. ജീവിതം ചോദ്യചിഹ്നമായി. ഞാനൊരു വിലാപയാത്രാഗാനം പാടുന്നത് തെറ്റാണോ സാർ? ജീവിക്കണ്ടേ, എൻ്റെ ഭാര്യയ്ക്ക് ജീവിക്കണ്ടേ, എൻ്റെ മക്കൾക്ക് ജീവിക്കണ്ടേ? ആനകൾ, കുതിരകൾ, തേരുകൾ, കാലാൾ, പടയും വെടിയും പടകവുമായി പേരുപറമ്പറനാദം ഉയർന്നൊരു കടലായി മാറി കുരുക്ഷേത്രം. ഡക്കട മ്യൂസിക്കും ഇതെല്ലാം വരുമ്പോൾ ആ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയാണ്. ജനങ്ങളിൽ അതൊരു ക്രൈസാണ്, അത് ആസ്വദിക്കുന്നവരെ സംബന്ധിച്ച്. 100 വർഷം മുമ്പ് തുടങ്ങിയ കലാരൂപമാണ്. അതെ അതെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ ഉത്സവ പറമ്പുകളിലൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഈ ആൾക്കാരൊക്കെ 100 കണക്കിന് ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരാടെ മുഖത്തേക്ക് നോക്കിയിരുന്ന് അവരെ പോലും മറന്നിരുന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. ആ ആൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഇങ്ങനെ പാട്ടിലൂടെയും സംസാരത്തിലൂടെയൊക്കെ അവരിലേക്ക് തിരിച്ചു പോകാതെ കുറേ സമയത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് പേരുടെ മനസ്സിൽ അത് മായാതെ മറയാതെ. തീർച്ചയായിട്ടും ഒന്ന് കൊണ്ടുപോകുമോ ഞങ്ങളെ ഒന്ന്? പ്രൗഢഗംഭീരമായ സദസ്, അതിന് തൊട്ടു പിന്നാലെ അതിഗംഭീരമായ ആരെയും ആകർഷിക്കുന്ന മനോഹരമായ ഒരു ക്ഷേത്ര തിരുമുറ്റം. ആ ക്ഷേത്ര തിരുമുറ്റത്ത് ഒരു 10,000 ജനങ്ങൾ അവരുടെ സർവ്വചിന്തകളും മാറ്റി ഇതിലേക്ക് മാത്രം, കാതികിൽ മാത്രം, ഓർക്കസ്ട്രയിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടം. അതായത് പിൻ ഡ്രോപ്പ് സൈലൻ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ആലങ്കാരികമായിട്ട് ഒരു മുട്ടുസൂചി വീണാൽ കേൾക്കാം, അതുപോലെ ജനങ്ങൾ കാത് ഓർത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് കാതികിൻ്റെ ശബ്ദം കേൾക്കുന്നത്. റാണിയെന്നോമന പേരവൾ കേകിയ, തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതയാണിത്. റാണിയെന്നോമന പേരവൾ കേകിയ ഭാവനയാരുടേതാവാം. കവി ചോദിക്കുകയാണ്, ഇതിൻ്റെ ഭാവന ആരുടേതാണ്? നാഗകഥകളി മണ്ണിലെഴുതിയ നാടൻ കലയുടേതാവാം. ഈ അതിസുന്ദരിയായ ഈ കൊച്ചു പെണ്ണ് തൻ്റെ കാമുകനെ പ്രതീക്ഷിച്ച് വൈക്കം കായലിൻ്റെ തീരത്ത് നിൽക്കുകയാണ്. വൈക്കം കായലിൽ ഓളം തള്ളുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ മാരനെ വീരനെയൻ അൻപുറ്റ മണിമാരനെ. കാമുകനെ എപ്പോഴും പ്രകീർത്തിച്ച് വേണമല്ലോ, പൂഴ്ത്തി വേണമല്ലോ കാമുകി സംസാരിക്കാൻ. അതുകൊണ്ടാണ് വീണ്ടും അദ്ദേഹം പറഞ്ഞ വൈക്കം കായലിൽ ഓളം തള്ളുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ മാരനെ വീരനെയൻ അൻപുറ്റ മണിമാരനെ. അങ്ങനെ കഥ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ പരിപാടി ഒന്ന് പരിചയപ്പെടുത്തട്ടെ എൻ്റെ പ്രേക്ഷകർക്ക്. തീർച്ചയായും. ഇതിൻ്റെ പേര് MBPK ഡീപ്പ് ഇൻ ടു ദ കോർ എന്നാണ്. ചില വ്യക്തിത്വങ്ങളുടെ ഹൃദയത്തിലൂടെ ആത്മാവിലൂടെയുള്ളൊരു യാത്രയാണ് ഈ പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഇന്നത്തെ അതിഥി നിരണം രാജനാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ 100 വർഷം മുമ്പ് ഈ നമ്മുടെ ഒരു സമൂഹത്തിൽ നമുക്കറിയാം സവർണർക്ക് വേണ്ടി മാത്രം കുറേ കലാരൂപങ്ങളുണ്ടായിരുന്നു. ഇപ്പം പാടകം, ചാക്യാർ കൂത്ത്, അതൊക്കെ. അപ്പോൾ സാധാരണക്കാർക്ക് ഈ കഥകളൊന്നും കേൾക്കാൻ, നമ്മുടെ പുരാണങ്ങളിലെ കഥകളൊന്നും കേൾക്കാനുള്ള അവസരമില്ലാത്തതുകൊണ്ട് ചില നവോത്ഥാന നായകന്മാരുടെ സ്വാധീനം കൊണ്ട് സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്ന ഒരു കലാരൂപമാണ് കഥാപ്രസംഗം, അല്ലേ? ആ കഥാപ്രസംഗത്തിൽ ഇന്നത്തെ ഇവിടെ ഉജ്ജ്വല പ്രതിഭയായിട്ട് ഇന്ന് സമൂഹത്തിൽ നിൽക്കുന്ന ഒരാളാണ് നിരണം രാജൻ. ചെറുപ്പകാലം മുതലേ ഞാൻ ഇദ്ദേഹത്തെ കാണുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഒരു സംസാരത്തിനിടയിലാണെങ്കിൽ നിരണം രാജൻ എന്ന കാഥികൻ്റെ, ആ മനുഷ്യൻ്റെ ഡീപ്പ് ഇൻ ടു ദ കോർ, ഹൃദയത്തിലേക്ക് ആത്മാവിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലണമെന്ന് തോന്നിയ അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ഈ വേദിയിൽ കൊണ്ടുവരാം. ഇപ്പം എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലൂടെ, ആത്മാവിലൂടെ നമുക്കത് യാത്ര ചെയ്യാം. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, ഞാൻ ഇതിനകത്ത് മുഴുവൻ രാജേട്ടനെ കിട്ടിയ ഉപഹാരങ്ങളും യാത്രകളും ഒക്കെയാണ്.
അപ്പോൾ ഇതൊക്കെ എന്നെ വല്ലാതെ അതിശയിപ്പിച്ചു. ഇതിലൊക്കെ കടക്കുന്നതിന് മുമ്പ് എന്നെ അതിശയിപ്പിച്ച ഒരു പ്രധാന കാര്യം 7ാമത്തെ വയസ്സ് തുടങ്ങിയാണ്. 7ാമത്തെ വയസ്സ് അന്നൊക്കെ സിനിമ വളരെ ഉജ്ജ്വലമായിട്ട് നിൽക്കുന്ന സമയമാണ്. എല്ലാവരുടെയും ആഗ്രഹം ഇന്നത്തെ പോലെ സിനിമയിലേക്ക് വരിക, ഒരു സിനിമാ നടനാകുക, അല്ലേ? തീർച്ചയായും. എങ്ങനെയാണ് ഈ 7ാമത്തെ വയസ്സിൽ അതും എന്താ പറയുക, പിച്ച വെക്കുന്നത് തന്നെ പറയാം, എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത ഒരു ബാല്യകാലം എങ്ങനെയാണ് കഥാപ്രസംഗത്തിലേക്ക് വന്നത്? അത് വളരെ ഹൃദ്യമായൊരു ചോദ്യമാണ്. 7ാമത്തെ വയസ്സിൽ വളരെ 7ാമത്തെ വയസ്സിൽ രംഗത്തേക്ക് കടന്നു വരാൻ പ്രധാനം എൻ്റെ അച്ഛനാണ്. എൻ്റെ ഗുരുനാഥനും. അച്ഛനായിരുന്നു ഗുരുനാഥൻ? എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതി വെച്ച് പഠിപ്പിച്ചതല്ല, എൻ്റെ വഴികാട്ടിയും എൻ്റെ പിതാവും എൻ്റെ സുഹൃത്തും എൻ്റെ സതീർത്ഥനും എൻ്റെ സ്നേഹിതനും എൻ്റെ ചങ്കുമായിരുന്നു. എല്ലാവർക്കും പിതാക്കന്മാർ ചങ്കായിരിക്കും എല്ലാവരും. പക്ഷേ ഈ കഥാപ്രസംഗത്തെ സംബന്ധിച്ച അത് എൻ്റെ അച്ഛനുമായിട്ട് വലിയൊരു ബന്ധം. എൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും കാഥികനായിരുന്നു. അല്ല, നല്ല ശബ്ദത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു. മനോഹരമായി. ഇന്ന് അത് ഗായകനല്ലായിരുന്നു, എന്നെപ്പോലും പ്രൊഫഷണൽ കാഥികനോ ഗായകനോ ഒന്നും അല്ലായിരുന്നു. പക്ഷേ നല്ല കനഗംഭീരമായ ശബ്ദമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്നെ ഒരു കാഥികനാക്കണമെന്നുള്ളത്. ശരി. ഒരു നല്ല കാഥികനായി. ഈ സംസ്ഥാനത്ത് 1ാം സ്ഥാനം വേണ്ട, 2ാം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ കുഴപ്പം. പക്ഷേ 3ാം സ്ഥാനം എന്ന് പറഞ്ഞ് കുറഞ്ഞ, പക്ഷേ 2ാം സ്ഥാനത്തെങ്കിലും വരത്തക്ക നിലയിൽ നിനക്ക് പോകുവാൻ കഴിയുമെങ്കിൽ കഥാപ്രസംഗം തുറന്നോളൂ, എൻ്റെ എല്ലാവിധമായ സപ്പോർട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വേർപാട് സത്യം പറഞ്ഞാൽ ഒത്തിരി പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. സത്യം, നമ്മൾ ഈ വേർപാടെന്നൊക്കെ പറയുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ ധാരാളം മരണങ്ങൾ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, നമ്മൾ പോകാറുണ്ട്. പക്ഷേ അവനവൻ്റെ ജീവിതത്തിൽ അവൻ്റെ അമ്മ അല്ലെ പിതാവ് മരിക്കുമ്പോൾ ആ ഒരു അകൽച്ച ഭയങ്കരമാണ്, നികത്താൻ പറ്റാത്ത ഒരു വിടവാനാവാത്ത ഒരു വേദനയാണ്. അദ്ദേഹം ജോലി എസ്റ്റേറ്റ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ആ എസ്റ്റേറ്റിൽ ഒരു പ്രായം ചെന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അവിടുത്തെ റൈറ്റർ ആ റേഞ്ചിൽ വരുന്നൊരാളായിരുന്നു. അപ്പോൾ ഞാൻ ഈ 1ലും 2ലും 3ലും ഒക്കെ പഠിക്കുമ്പോൾ തന്നെ എല്ലാ മത്സരത്തിനും ഞാൻ പങ്കെടുക്കും. അത് ശരി, ചെറുപ്പത്തിൽ? വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലാ മത്സരങ്ങളും. അന്ന് എന്തെല്ലാം ഉണ്ടോ, പ്രസംഗ പാരായണം, കവിതാ പാരായണം, ഫാൻസി ഡ്രസ്സ്, മിക്സ്, എല്ലാത്തിനും പങ്കെടുക്കും. അതെനിക്ക് വലിയൊരു ക്രേസ് ആയിരുന്നു. അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ കൂടെ ആഗ്രഹം പോയി. ഇവന് ഈ കഥാപ്രസംഗം പറയുമ്പോൾ സാഹിത്യവും സംഗീതവും കൂടെ ചേരുന്നതാണല്ലോ കഥാപ്രസംഗം. അതെ, പ്രധാനമായിട്ട്. പിന്നെ അതായത് സകല കലകളുടെയും ഭൂരിപക്ഷം കലകളുടെയും സമ്മോഹന സമ്മേളനമാണ് കഥാപ്രസംഗം. അപ്പോൾ അച്ഛൻ്റെ മനസ്സിലാഗ്രഹം ഇവൻ ഒരു കഥാപ്രസംഗം പഠിപ്പിച്ചായിരുന്നു. വിചാരിച്ചു പ്രൊഫഷണൽ കാഥികനായി പോകാമെന്നൊന്നും അന്ന് ആശയമില്ലായിരുന്നു. അപ്പോൾ ഈ റൈറ്ററുടെ കയ്യിൽ ഒരു കഥയുണ്ടായിരുന്നു. അപ്പോൾ സാറേ, എൻ്റെ കയ്യിൽ ഒരു കഥയുണ്ട്, ഞാനത് തരാം, അല്ലെങ്കിൽ മോനെ പഠിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല, കഥ തന്നു. അങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ തുടക്കം എൻ്റെ പിതാവാണ് ഈ രംഗത്ത്. ഓർമ്മയുണ്ടോ ആദ്യത്തെ സ്റ്റേജിൽ ചൊല്ലിയ കഥ? തീർച്ചയായിട്ടും റാണി എന്ന കഥ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആദ്യത്തെ കഥ റാണി എന്ന കഥ. അതെവിടെയായിരുന്നു? അമ്പലപ്പറമ്പിലായിരുന്നു? അമ്പലപ്പറമ്പിലല്ല, ആദ്യത്തെ കഥ നിരണം ഗ്രൗണ്ടിൽ വെച്ച് തന്നെയാണ്. നിരണം സെൻറ്റ് മേരീസിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് ഒരു യുവജന വിഭാഗം ആൾക്കാരാണത് സംഘടിപ്പിച്ചത്. പിന്നെ ആദ്യത്തെ പ്രധാനപ്പെട്ട വേദിയായിരുന്നു ചെങ്ങന്നൂരുള്ള ഒരു വേദിയിൽ, ഒരു ക്ഷേത്രത്തിനും മറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് പൗരാവലി സംഘടിപ്പിച്ച പ്രോഗ്രാമായിരുന്നു. എൻ്റെ പിതാവ് ആപ്പാടിൻ്റെ കഥ ഒരു പ്രാവശ്യം മാത്രമേ കേൾക്കാൻ അവസരം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പം മണിക്കൂറുകളാണ് ഒരു ഇത്രയും ജനങ്ങളെ, ശ്രോതാക്കളെ, കാണികളെയൊക്കെ പിടിച്ച് അവരുടെ ശ്രദ്ധയൊന്നും മാറിപ്പോയാൽ അവർ എണീറ്റ് പോകും. അത് ഈ ചെറുപ്രായത്തിലേക്ക് കടന്നപ്പോൾ അതിൻ്റെ ചലഞ്ച് എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് അതിന് ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാം കാര്യം ബൈഹാർട്ടാക്കണം, നോക്കി സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 2.5 ആദ്യ കാലഘട്ടത്തിൽ 3 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെ പറഞ്ഞ കാലഘട്ടമുണ്ട്. അപ്പോൾ അത് മാറി. അത്രയും ജനങ്ങൾക്ക് കേട്ടിരിക്കാനുള്ള ക്ഷമ നഷ്ടപ്പെട്ടു. എങ്കിലും അപ്പോൾ ഇത് സാഹിത്യവും സംഗീതവും ഹാസ്യവും ശൃംഗാരവും ഇതെല്ലാം കൂടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും പ്രേക്ഷകരുടെ വൈബ് നമുക്ക് അറിയാൻ പറ്റും, അവരെ ഡൗൺ ആകുന്നു, അപ്പോൾ കയ്യിൽ നിന്ന് കൂടുതൽ ഇട്ടിട്ടല്ലേ? അതുമായി ബന്ധപ്പെട്ട നേരം ഇപ്പം സാമ്പസാറൊക്കെ അഗാധമായ വായന, നല്ലൊരു പണ്ഡിതനായിരിക്കണം എന്നാണ് കാഴ്ചപ്പാട്. പണ്ഡിതനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പണ്ഡിതനല്ല, അത് വേറെ സത്യം. ചെറുപ്രായത്തിൽ നിന്ന് കഥാപ്രസംഗത്തിലേക്ക് കയറിയ ഒരു സമയത്ത് കുറേ ഐക്കൺസ് ഇവിടെ ഉണ്ടായിരുന്നു. സാംബശിവൻ, അതുപോലെ കെടാമംഗലം, അതുപോലെ തന്നെ വീടിരാജപ്പൻ. അദ്ദേഹം മറ്റൊരു തലത്തിൽ ചെയ്യുന്ന എന്നുണ്ടായി, ഭൂമി എങ്ങനെയുണ്ടായി, ഭൂമിക്ക് എത്ര വയസ്സായി. അതായത് അദ്ദേഹം അങ്ങേപ്പോലെ ഒത്തിരി ആരോഗ്യത്തിനല്ല, ഹൈറ്റോ കാര്യങ്ങളോ ഇല്ല, പക്ഷേ ഏതാണ്ട് 3/4 പങ്കോളം വരും. ഒരു ഫ്രണ്ടിലേക്കൊന്ന് വന്ന് ബാക്കിലേക്ക് ഇദ്ദേഹം നീങ്ങുന്ന ഒരു പാട്ട് സീനുണ്ട്. നമുക്കിത് പറഞ്ഞ അന്ന് ഇലക്ട്രോണിക്സ് കീബോർഡില്ല, കമ്പോസർ ഇല്ല, തുടക്കത്തിൽ ആ സംഭവങ്ങളൊന്നുമില്ല. അത് ഹാർമോണിയം, തബല, ഇതാണ് ജീവൻ. പിന്നെ ട്രിപ്പിളുണ്ട്. അങ്ങനെയുള്ള അന്നത്തെ അത്. പക്ഷേ ഓച്ചറയൊക്കെ ഈ ഒരു പാട്ടുപാടി പുറകോട്ടൊന്ന് മുന്നോട്ട് വരുമ്പോൾ ഇപ്പോൾ ഒരു കുളമ്പടി ശബ്ദം, ഒരു കാളവണ്ടി പോകുന്നു പറയുമ്പോൾ നമുക്ക് കാളവണ്ടി പോകുന്ന ഫീലിംഗാണ് നമുക്കുണ്ടാകുന്നത്.
അത് ഒരു അസാധ്യമായ അവതരണ ശൈലിയാണ് ഈ സാമ്പ സാറും ഈ കൊല്ലം ബാബുവും അന്ന് ആ കാലഘട്ടത്തിൽ. അവരൊക്കെ മൺമറഞ്ഞു പോയി എങ്കിൽ പോലും ഒരു കാലം അത് കഴിഞ്ഞ് പിന്നെ വീടിലായപ്പൻ വലിയ ആവേശമായിരുന്നു. എങ്കിലും ഇതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ ലോകമെമ്പാടുമുള്ള മലയാളിയുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്തത് സാമ്പ സാർ. അല്ല, ഞാൻ ഈ പരിപാടിയിൽ എൻ്റെ ഗസ്റ്റായിട്ട് നിരണം രാജൻ വരുമെന്ന് പറഞ്ഞാൽ പലരുടെ ഇപ്പോഴും മനസ്സിൽ അന്ന് രാജൻചേട്ടൻ സ്ഥാപിച്ച ഒരു സ്ഥാനമുണ്ടായിരുന്നു. ഇത്രയും ഐക്കൺസിൻ്റെ ഇടയിൽ രാജൻചേട്ടൻ്റെതായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. ഇവരൊക്കെ പല രീതിയിൽ പുരാണങ്ങളെയൊക്കെ അപഗ്രഥിച്ച് കഥാപ്രസംഗം പറയുമ്പോൾ രാജൻചേട്ടൻ്റെ സ്റ്റൈൽ എന്തായിരുന്നു? അല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കഥാപ്രസംഗം മാറ്റം വരുത്തിയ, അതായത് ഡ്രാമാറ്റിക് കഥാപ്രസംഗം ആദ്യം ഡ്രാമാറ്റിക് കഥാപ്രസംഗം, നാടകീയ മുഹൂർത്തങ്ങൾ. ഉദാഹരണം പ്രഭാതം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോഴും 40 വർഷം മുമ്പുള്ള സംഭവം പറഞ്ഞത്. 40 വർഷം മുമ്പ് ഡ്രാമാറ്റിക് കഥാപ്രസംഗം കേരളത്തിൽ ആദ്യമായി കൊണ്ടുവരുന്നത് ഞാനാ. ഡ്രാമാറ്റിക് അന്ന് ഇപ്പം കേൾക്കുമ്പോൾ വിചാരിക്കും അതിൽ വലിയ ആനയാണെന്നു, പക്ഷെ അന്നത് വലിയ സംഭവമായിരുന്നു. ഇപ്പോൾ പ്രഭാതം, മനോഹരമായി പ്രഭാതി കഥോട് എന്ന് പറയുമ്പോൾ ലൈറ്റിലൂടെ നമ്മൾ പ്രഭാതം ക്രിയേറ്റ് ചെയ്യുക, ഡ്രാമാറ്റിക് ഒരു നാടകീയ മുഹൂർത്തം സൃഷ്ടിച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരു അർദ്ധരാത്രി സമയം എന്ന് പറയുമ്പോൾ ലൈറ്റിലൂടെ, അല്ലെങ്കിൽ ഇടിയും കൊള്ളിയാനും അതിനനുസരിച്ചുള്ള ലൈറ്റ് എഫക്റ്റ് കൊടുക്കും. അന്നത് വലിയ സംഭവമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ചില വേദിയിൽ കഥ പറഞ്ഞു കഴിഞ്ഞ് ഏതാണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ പോലും പിള്ളേർ വായും പൊളിച്ചിങ്ങനെ നിൽക്കും, ഈ ലൈറ്റും ഒക്കെ അഴിക്കുന്നതും. അന്ന് ചുവപ്പും പച്ചയൊക്കെ കത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു വലിയൊരു സംഭവം. ചുവപ്പ് പച്ച എന്നൊക്കെ നീലയൊക്കെ കളർ കാണുമ്പോൾ അതെങ്ങനെ കളറായിട്ട് അന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു തകിട് മേടിച്ച് സ്വന്തമായിട്ടത് വളച്ച് അത് ആണിയൊക്കെ അടിച്ച് ഇതിനകത്ത് ഹോൾഡറൊക്കെ പിടിപ്പിച്ച് ഇങ്ങോട്ട് എന്നിട്ട് പേപ്പർ ചുവന്നാണ്, ചുവപ്പ് പച്ച നീല പേപ്പറൊക്കെ ചുറ്റി ഇതിങ്ങനെ ഒരു ഊഞ്ഞാൽ കിടക്കുന്ന ഒരു മണ്ടക്ക് ചില സ്റ്റേജ് ചെല്ലുമ്പോൾ ഷിവറിങ് ഉണ്ടാവും, ചിലപ്പോൾ മൊത്തം താഴെ അങ്ങനെയൊക്കെ വിഷയങ്ങളുള്ള ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് അല്ലെങ്കിൽ അവതരിപ്പിച്ച ഒരു കഥാപ്രസംഗത്തിന് എന്തെങ്കിലുമൊക്കെ ശീലം അല്ല, അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഈ കാഥികന്മാർക്ക് അന്നത്തെ കാലത്ത് അവതരണ ഗാനം എന്നൊരു ഗാനമുണ്ട്. അവതരണ ഗാനം. ഈ അവതരണ ഗാനത്തിൽ പാടുന്ന 2 ഉദ്ദേശമാണ്. കഥ തുടങ്ങിയിരിക്കുന്ന കഥാപ്രസംഗം. അപ്പം അന്ന് ഈ ഇന്നത്തെക്കാൾ കൂടുതൽ മുച്ചിട്ട് കളിക്കാരും ചീട്ട് കളിക്കാരും പല പല ഈ ഉത്സവപ്പറമ്പിൽ വരുന്ന പല പല ആൾക്കാർ അതിലും അവിടെ ഇവിടെ ഒക്കെ ഇരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പം ഈ അവതരണ ഗാനം കഥാപ്രസംഗ പരിപാടി ആരംഭിക്കുന്നു. അഭിവാദനം ഒരൊറ്റ അടിയാണ്. അപ്പോൾ തബലയുടെ ഡെക്കയുടെ ഒരു കൊട്ടും തബലയുടെ ഒരു കൊട്ടും സിമ്പൽ ഇതിനകത്ത് വലിയ ഘടകമാണ്. ഠില്ലെന്നുള്ള ശബ്ദം. അപ്പോൾ പിന്നെ ഹാർമോണിയം, അന്ന് കീബോർഡൊന്നുമില്ല, ഉറങ്ങുന്ന ആൾക്കാർ ഈ ശബ്ദം എന്തോടാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കാഥികൻ ആദ്യത്തെ ഒരു അവതരണ ഗാനം എന്ന് പറഞ്ഞാൽ കഥ തുടങ്ങി കഴിഞ്ഞു. അവിടെ ഇരിക്കുന്നവർക്ക് എഴുന്നേറ്റ് മര്യാദയ്ക്ക് വന്ന് സ്വസ്ഥമായിട്ട് ഫ്രണ്ട്. പക്ഷെ അന്നൊരു നല്ല ആസ്വാദന സദസ്സ്. ഈ കാഥികനല്ല ഞാൻ യഥാർത്ഥ കാഥികനല്ല കലാകാരനല്ല, പിന്നെ നീ എന്തിനാ പഠിക്ക് പോയത്? ശരിക്കും അങ്ങനെ യഥാർത്ഥത്തിൽ കൊമേഡിയൻ ആരാണ്ട് പാടി ഒപ്പിച്ച അദ്ദേഹത്തിന് വിനയത്തെ കാണിക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പോൾ കാഥികനല്ല കലാകാരൻ, പിന്നെ നീ എന്തോ നിൽക്കുന്നത് പാടിയിട്ടുണ്ടോ? ഒരിക്കലും പാടും. കാഥികന് കലാകാരനും അല്ലാതെ ഈ പണിക്കുന്നതിനാ പോകുന്നത്. അപ്പോൾ ഈ അവതരണ ഗാനം അത് നല്ലൊരു ചോദ്യം ഇപ്പം എന്നോട് ചോദിച്ചു. ആ അവതരണ ഗാനത്തിലൂടെയാണ് ജനങ്ങളെ ഒന്ന് കയ്യിൽ പിടിച്ചിരുത്തുന്നത്. പ്രിയജനങ്ങളെ, സൽക്കലാഹൃദയരേ, അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. പ്രിയജനങ്ങളെ, സൽക്കലാഹൃദയരേ, പ്രിയജനങ്ങളെ, സൽക്കലാഹൃദയരേ, അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. പ്രിയജനങ്ങളെ, സൽക്കലാഹൃദയരേ. സഹൃദയ സുഹൃത്തുക്കളെ, ദയവായിട്ടൊന്ന് ഒന്ന് മാറിക്കണേ. തുഞ്ചൻ എഴുതിയ. അപ്പം നമ്മൾ ആൾക്കാരെ അവിടെ നിന്ന് മാറ്റിക്കും. ദയവായിട്ട് ആ സഹോദരിമാരൊന്ന് മാറിയിരിക്കണേ. തുഞ്ചൻ എഴുതിയ ഇവിടെ ആരാടാ ഇത് ഈ സമയത്ത് വരാൻ? അപ്പം അതൊരു അന്നത്തെ സംഭവം. കുഞ്ചൻ എഴുതിയ കുഞ്ചൻ തുള്ളിയ ആശാൻ പാടിയ നാട്ടിൽ പുതിയ പ്രഭാതം കാണാനിന്നും ഉഴലുകയല്ലേ നിങ്ങൾ. മ്യൂസിക്. പുതിയ പ്രഭാതം കാണാനിന്നും ഉഴലുകയല്ലേ നിങ്ങൾ, ഉഴലുകയല്ലേ നിങ്ങൾ. പ്രിയജനങ്ങളെ, നൽകല ഇങ്ങനെ പോവുക. അപ്പോൾ ശരിക്കും ഇന്നത്തെ ആൾക്കാർ പറയുന്നത് സിങ്ക് ഉണ്ടല്ലേ, ഈ തബല വായിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഈ പറയുന്ന മൃദംഗത്തിന്റെ ആൾക്കാരുമായിട്ടൊരു സിങ്ക് ഉണ്ടാവുമല്ലേ? അതായത് എന്തെങ്കിലും എവിടെയെങ്കിലും പിഴച്ചു പോയാൽ അതിനകത്ത് സംഭവം ഉണ്ടായിട്ടുണ്ടോ? ലൈനൊക്കെ മറന്നു. കഥാപ്രസംഗത്തിന് 100 വയസ്സ്,
രാജൻ ഈ ഫീൽഡിൽ വന്നിട്ട് 54 വർഷത്തോളം. അതെ 54 വർഷം. എങ്ങനെയായിരുന്നു ആ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? ഇപ്പോൾ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അത്ര സീരിയസ് അല്ലായിരുന്നു. പിന്നെ ഈ കഥാപ്രസംഗ ലോകത്ത് രാജൻ ചേട്ടൻ്റെ എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു പിന്നീട് അങ്ങോട്ട് കൊടുത്തത്? കാലം മാറുന്നതിനനുസരിച്ച് മാറ്റം ഉണ്ടാകണം. ഈ കല മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ടെക്നോളജി, പല ടെക്നോളജി. ഇപ്പോൾ ഡ്രമാറ്റിക് കഥാപ്രസംഗം വരുന്നു ആദ്യം, അത് കഴിഞ്ഞ് നവീന കഥാപ്രസംഗം കൊണ്ടുവന്നു. നവീന അതും രാജനെ കൊണ്ടുവന്നത്. അത് കേരളത്തിൽ ആദ്യമാണ്. ഞാൻ ഡ്രമാറ്റിക് കഥാപ്രസംഗം കഴിഞ്ഞ് രണ്ടാമത്തെ പരിഷ്കാരം. ഈ രണ്ടാമത്തെ പരിഷ്കാരം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് വന്നു. വരെ ഹാർമോണിയായിരുന്നു, ഹാർമോണിയം മാറ്റി ആ സമയത്ത് കീബോർഡ് വന്നു. കീബോർഡ് വന്നപ്പോൾ ഒത്തിരി നദികൾ ഒഴുകുന്ന ശബ്ദം, ഇടിയും കൊള്ളിയാനും പിന്നെ കിളികൾ ചലിക്കുന്ന ശബ്ദം, അങ്ങനെയുള്ള പല സൗണ്ട് എഫക്റ്റ് കൊടുക്കാൻ കഴിഞ്ഞു. നവീനമായിട്ട് കമ്പോസറും പാഡും കീബോർഡും ഒക്കെ വെച്ച് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്ന വിഷ്വൽ കഥാപ്രസംഗമാണ്. ഏതാണ്ട് സിനിമ കാണുന്ന പ്രതീതി. ആലോചിതമായ മാറ്റങ്ങൾ വരുത്തിയിട്ട് ജനങ്ങളെ കടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തന്നെ ഇപ്പോൾ പുരാണ കഥയും കൊണ്ട് പറയുമ്പോൾ ആദ്യത്തെ കുരുക്ഷേത്ര യുദ്ധം, നമുക്ക് കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് ഒന്ന് പോകാം എന്ന് പറയുമ്പോൾ ബാക്കിൽ വലിയ കർട്ടനിൽ ഏതാണ്ട് ഒരു 17 അടി നീളത്തിൽ ഒരു 10 അടി ഹൈറ്റിൽ, ഈ മുറിയുടെ ഏതാണ്ട് ഉയരത്തിലും നീളത്തിലും ഉള്ള വലിയ കർട്ടൻ വെച്ച് ഇപ്പം ഞങ്ങൾ പ്രൊജക്ടർ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിൽ പോകുന്ന പ്രതി ആൾക്കാർ സിനിമ കാണുന്ന പോലെ ഇരുന്നുള്ളൂ. ആ യുദ്ധം അതുപോലെ കാണുകയില്ല. ഇപ്പം ഞാൻ എത്ര എൻ്റെ സ്ഥാനത്ത് എത്ര ആചാരമായി, എത്ര മനോഹരമായി, എത്ര ഹൃദ്യമായി, എത്ര ആസ്വാദ്യമായി കുരുക്ഷേത്ര യുദ്ധം വർണ്ണിച്ചാലും നമ്മൾ നേരിട്ട് കാണുകയില്ല. അതിലെ സിനിമയുടെ ഒരു പവർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലായി. കഥാപ്രസംഗത്തെ മാറ്റം വരുത്തിയില്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന അന്നേ തോന്നി. ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ മറ്റുള്ളവർ തയ്യാറായി. ഇപ്പം മറ്റുള്ള പ്രബലരായ പലരും ആ സമയത്ത് ഗാന്ധിയന്മാരുടെ ഇടയിൽ വലിയ ചർച്ച, വലിയ നെഗറ്റീവായിട്ട് അവർ വ്യാഖ്യാനിച്ചത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ അന്ന് ബുദ്ധിജീവികളായ ഗാന്ധിയന്മാർ പറഞ്ഞു നിങ്ങളത്തിൻ്റെ ഈ പോക്ക് ഏറ്റവും നല്ലതാകും എന്ന് വിശ്വസിച്ചിരുന്നു. കാരണം സിനിമയുടെ ലെവലിലേക്ക് നമ്മൾ ഇതിനെ അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ ജനങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങി. തന്നെയല്ല, കഥാപ്രസംഗത്തിന് സാമ്പ സാർ 60 വർഷം ഇപ്പം നാളെ ഒരു കഥാപ്രസംഗം താങ്കൾ കേട്ടു, അല്ലെ ഈ ഹാളിൽ ഇരിക്കുന്ന 100 കണക്കിന് ആൾക്കാർ ഇപ്പോൾ ഇതിൻ്റെ പരിസരത്ത് ഇപ്പോണ്ട് കേട്ടു. ഒരു ഡെസ്ക് വലത്ത്, ഒരു ഡെസ്ക് ഇടത്ത്, വലത്ത് ഹാർമോണി, ഇടത്ത് തബല, അല്ലെ ഓപ്പോസിറ്റ് ആയിട്ടൊന്നും. അതിനപ്പുറം മാറ്റം ഇപ്പോഴും ഇല്ല. ഇപ്പോഴും ഈ 21-ാം നൂറ്റാണ്ടിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പിന്നെ എങ്ങനെ ഒന്നാമത് സ്റ്റേജിലേക്ക് നോക്കിയാൽ വെട്ടോ വെളിച്ചോ ഇല്ല. പിന്നെ സിസ്റ്റം കൊണ്ടുപോകുന്ന ഗാന്ധിയന്മാർ കേരളത്തിൽ ആരും തന്നെ ഇല്ല. സൗണ്ട് സിസ്റ്റം ഒക്കെ വലിയ ഘടകമല്ലേ ഇപ്പോൾ. സിസ്റ്റവും ലൈറ്റും എന്നൊക്കെ പറയുന്നത് എന്തോ ഇപ്പോൾ ഒരു നാടൻ പാട്ട് അല്ലെങ്കിൽ ഗാനമേള എന്ന് പറയുമ്പോൾ പാട്ടിനേക്കാൾ വലിയ പ്രാധാന്യം ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര വേണം. അടുത്തൊരു സ്റ്റേജിലേക്ക് വരുന്നതിന് മുമ്പേ ഏതൊക്കെ കഥകളായിരുന്നു രാജേട്ടൻ്റെ സൃഷ്ടിയിൽ നിന്നും സൃഷ്ടി എന്തൊക്കെ കഥകളായിരുന്നു? സാമൂഹ്യ അതിലേറ്റവും പേരെന്തൊക്കെയാണെന്ന്? സാമൂഹ്യ അതിലേറ്റവും പേരെടുത്ത് സമയം വൈകിപ്പോയി. ഇറ്റ് ഈസ് ടു ലേറ്റ്. അതെൻ്റെ സ്വന്തം നോവലിൻ്റെ കഥാപ്രസംഗ ആവിഷ്കരണമാണ്. സമയം വൈകിപ്പോയി സാമൂഹ്യ വേദികളിൽ. എന്നാൽ പുരാണ കഥയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് ഭീഷ്മർ കഥയാണ്. ഏറ്റവും ശക്തമായൊരു കഥാപാത്രത്തെ ഭീഷ്മറിനെ കഥാപാത്രമാക്കിക്കൊണ്ട്. പിന്നെ തീർച്ചയായിട്ടും, അതായത് മഹാഭാരത യുദ്ധമൊക്കെ നമ്മൾ മഹാഭാരത യുദ്ധം തുടക്കം തന്നെ മഹാഭാരത യുദ്ധം കുരുക്ഷേത്ര യുദ്ധമാണ് കാണിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധം കൊണ്ട് പറയുമ്പോൾ ഈ വിഷ്വലും അങ്ങ് ഒറിജിനൽ കുരുക്ഷേത്ര യുദ്ധമല്ലേ കാണുന്നത്. ഒന്ന് കേൾപ്പിച്ചേ. അയ്യോ, ഐതിഹ്യ കുരുക്ഷേത്ര യുദ്ധത്തിൽ നമുക്ക് കിടക്കാം. പാണ്ഡവ കൗരവ യുദ്ധം രക്തക്കളമാകുന്നു കുരുക്ഷേത്രം, വീരന്മാരുടെ തലയെരിയുന്നു ചോരപ്പുഴ എവിടെ ഒഴുകുന്നു, വീരന്മാരുടെ തലയെരിയുന്നു ചോരപ്പുഴ എവിടെ ഒഴുകുന്നു. ചോരപ്പുഴ എവിടെ ഒഴുകുന്നു പറയുമ്പോൾ ഞാനിങ്ങനെ പറയാം, പക്ഷെ ഒഴുകുന്നു കാണുകയാണ്. ആനകളുമായിട്ട് കുതിരകളുമായി യുദ്ധം ചെയ്യുന്നു. അപ്പോൾ മറ്റേ അപ്പോൾ ഇത് ആനകൾ അപ്പോൾ അത് രംഗം ഒറിജിനലായിട്ട് കാണുക. പറഞ്ഞ പ്രൊജക്ടർ വെച്ച് തന്നെ കാണിക്കുകയാണ്. അപ്പോൾ ഇവനെ എങ്ങനെ ഇരിക്കുന്നവൻ ചലിക്കത്തില്ലവൻ, ചലിക്കാൻ പറ്റില്ല. കാരണം ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു ഗ്രന്ഥമാണ്, ഒരു വിശ്വോത്തര ഗ്രന്ഥം മഹാഭാരതം. ഇവർ 2 മണിക്കൂർ ഇരിക്കുമ്പോൾ മഹാഭാരതത്തിലെ ശ്രദ്ധേയമായ ഒരു ഭാഗത്ത് ഈ ഭാഗം ഇവൻ പഠിക്കുക. പഠിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുന്നവരെ പഠിക്കുകയാണ്. അപ്പൊ അതതിന്റെ വേറെ വൃത്തി. അപ്പൊ പിന്നെ പാണ്ഡവ കൗരവ യുദ്ധം രക്തക്കളമാകുന്നു കുരുക്ഷേത്രം, വീരന്മാരുടെ തലയെരിയുന്നു ചോരപ്പുഴ എവിടെ ഒഴുകുന്നു, 1000 ആളുകൾ വീണുപിടഞ്ഞു മരിക്കുന്നു, ആനകൾ കുതിരകൾ തേരുകൾ കാലാൾ പടയും വെടിയും പടകവുമായി പേരുപറമ്പറനാഥം ഉയർന്നൊരു കടലായി മാറി കുരുക്ഷേത്രം. അപ്പം മ്യൂസിക്കും ഇതെല്ലാം വരുമ്പോൾ ആ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയാണ്. ജനങ്ങളിൽ അതൊരു ക്രേസ്, അത് ആസ്വദിക്കുന്നവരെ സംബന്ധിച്ച്. രാജ്യത്തെ ഒരു കഥാപ്രസംഗം നടക്കുന്ന സമയത്ത് ഇപ്പോൾ പല കഥാകന്മാരുടെയും നമുക്ക് ജീവിതം അറിയാം. ഇവരെയൊക്കെ കൂടെ ജോലി ചെയ്ത ആൾക്കാരെ കുറിച്ചും അറിയാം. ഇപ്പം നമ്മളൊരു കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും വണ്ടിക്ക് സംഭവിച്ചാൽ, ഇപ്പം ബസ് പോവുകയാണെങ്കിൽ അതിലെല്ലാവരും പിരിച്ചുവിടും അല്ലേ, ജോലിക്കാരെയൊക്കെ പിരിച്ചുവിടും. പക്ഷെ രാജ്യത്ത് അത് ചെയ്തില്ല. 45 അന്ന് ഉണ്ടായിരുന്ന ചിലർക്ക് പ്രായമായി വയ്യ. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചമ്പക്കുളം മണിസാറിനെ അറിയാം. അപ്പം അത് തീരെ വയ്യ, ചെവി കേൾവി കുറവുണ്ട്, ഓർമ്മക്കുറവൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞു, സാറേ ഞാൻ ഒന്ന് പുറകോട്ടൊന്ന് പിൻവലിയാണ്, എനിക്ക് ശാരീരികമായിട്ട് അസ്വാസ്ഥ്യം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രം
ബാക്കിയുള്ള ധാരാളം ആൾക്കാർ അന്നുണ്ടായിരുന്ന ധാരാളം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പരമാവധി അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകും, ക്ഷമിച്ചും സഹിച്ചുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ പോകും. ഞാൻ മാക്സിമം, പരിമിതിയുണ്ട്. അല്ല, അതൊക്കെ ഇപ്പോഴും ഒരു മനസ്സിലെ പ്രതീക്ഷയല്ലേ? എൻ്റെ ശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം കഥാപ്രസംഗത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും എന്നുള്ളൊരു പ്രതിജ്ഞയല്ലേ അത്? തീർച്ചയായിട്ടും. എവിടെയാണ് ഈ കഥാപ്രസംഗം അസ്തമിച്ചു പോയത്? അസ്തമിച്ചു പോയതിൻ്റെ കാലം ഒന്നാരും മുമ്പ് പറഞ്ഞ പോലെ മാറ്റത്തിന് വിധേയമാക്കുന്നില്ല ഗാഥികന്മാർ. സീരിയലുകളുടെ കടന്നുകയറ്റം വലിയൊരു സംഭവമായിട്ടുണ്ടല്ലേ? സന്ധ്യാസമയത്ത് ഉത്സവ പറമ്പുകളിൽ ആൾക്കാർ. ഞങ്ങളെ ഏറ്റവും പൂട്ടിയ വേറെ വലിയ വിഷയമുണ്ട്. 10 മണി കഴിഞ്ഞ് എല്ലാം പരിപാടി നിരോധിച്ചിരിക്കുക. അതും ഒരു കട. ചില ജില്ലകളിൽ വളരെ സ്ട്രിക്റ്റ് ആവും. 10 മണി കഴിഞ്ഞ് കലാപരിപാടി പാടില്ല. അഭിനന്ദി ചെയ്യും. മാവടക്ക് പണിയെടുക്കുമെന്ന് പണ്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞ പോലെ. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. 10 മണി സാധാരണ 9 മണി കഴിഞ്ഞ് 10, 11, 12, 1 മണിക്കൊക്കെയാണ്. അപ്പോൾ ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല. അതും ഞങ്ങൾക്ക് വലിയൊരു കുച്ചുവിലങ്ങ വന്നിരിക്കുന്നത്. അത് ഒരു ഘടകമാണ്. പിന്നെ മാറ്റത്തിന് വിധേയമാക്കുന്നില്ല. പിന്നെ മൂന്നാമത്തെ ഒരു ഘടകം, സാംസ്കാരിക നിലവാരം പുലർത്തുന്ന കഥകൾ ആസ്വദിക്കുവാനുള്ള താല്പര്യക്കുറവ് യുവജനങ്ങളുണ്ട്. അയ്യോ ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ അറിവ്, ഈ കഥാപ്രസംഗം കേൾക്കാന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ കഥ കേട്ടെന്ന് പറഞ്ഞാൽ നീ ഒരു വിശ്വസാഹിത്യ ഗ്രന്ഥം പഠിച്ചു. അതെ. MA-ക്ക് പോകണ്ട, BA-ക്ക് പോകാതെ 4ാം ക്ലാസ് പഠിക്കാത്ത ഒരു കർഷക തൊഴിലാളി ഒത്തല്ലോ കേൾക്കുമ്പോൾ MA-ക്ക് BA-ക്ക് പിള്ളേരിടുന്ന ഈ കഥ 4ാം ക്ലാസ് പഠിക്കാത്ത കേളപ്പൻ കേൾക്കുക, അത് വലിയൊരു സമൂഹത്തിന് ചെയ്യുന്ന വലിയൊരു നന്മയല്ലേ? കഥ അവതരിപ്പിച്ച് സമൂഹത്തെ കരയിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അങ്ങനെ വല്ലോ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് ആ ഒരു പാട്ടുകൾ? ദുഃഖകരമായ സീനുകൾ വരുമ്പോൾ ഈ ക്ലാനറ്റ് എന്നൊരു ഇൻസ്ട്രുമെൻ്റുണ്ട്. അത് വായിച്ചാൽ അത് ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്ന് അലിയും. അപ്പോൾ അതും പിന്നെ ആപത്തനം കൂടെ വന്നു കഴിയുമ്പോൾ എൻ്റെ സമയം വൈകിപ്പോയി എന്ന കഥയ്ക്കകത്ത് ഒരു കഥാപാത്രം സ്വന്തം മാതാവിനെ ചവിട്ടിക്കൊല്ലുന്നൊരു രംഗമുണ്ട്. വളരെ ഹൃദയസ്പർശിയായൊരു ഭാഗമാണ്. ഇവൻ്റെ കൂട്ടുകാരന്മാർ എല്ലാം കൂടെ ചേർന്ന് ഒരു മദ്യപിച്ച് അല്പം മദ്യപാനം കൂടിപ്പോയി കഴിഞ്ഞു ഇവൻ ചെന്നു. അപ്പോൾ ഇവ ചെല്ലുന്ന ആ രംഗം, അമ്മയെ ചോറിടാൻ പോകും. ലെവൽ മാറി. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇവൻ നല്ല പൂശാന്ന് മനസ്സിലായി. അമ്മയൊന്നും മിണ്ടിയില്ല. തള്ളയെ ചോറിടാൻ അമ്മ തള്ളയായി. അമ്മ അത് തള്ളയെ വല്ലം ചോറ് വിഴകുന്നു. ഇപ്പം ചോറ് വിളമ്പെന്നില്ല, മിസ്കി വീണ് കഴിഞ്ഞു. എടാ, അപ്പോൾ പറയുന്നുണ്ട് ഇത്രയും നീ ഇതുവരെ എവിടെയായിരുന്നു? നിനക്കൊരു ഭാര്യയില്ലേ, മക്കളില്ലേ എന്ന് പറഞ്ഞ് കുറച്ചൊരു ദേഷ്യപ്പെടും. വീണ്ടും പറഞ്ഞു തള്ളയമുണ്ടായിരുന്നു പറഞ്ഞു. ഏതായാലും അവരോട് സംസാരിച്ച് കഴിഞ്ഞു. ഇവന് ദേഷ്യം വന്ന് അമ്മയെ ഒരു ചവിട്ടുക. സത്യം പറഞ്ഞാൽ അന്നത് ഞാൻ എഴുതിയപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് എനിക്ക് തോന്നി. മകൻ അമ്മയെ തൊഴിക്കുമോ? പക്ഷേ അതിനുശേഷം വന്ന പത്രങ്ങളിൽ, നിരവധി പത്രങ്ങളിൽ സ്വന്തം മകൻ അമ്മയെ ചവിട്ടുന്ന രംഗങ്ങൾ ധാരാളം ഉണ്ടായി. മുൻപേ കണ്ടതാണ്. റൈറ്റ്. അതൊരു എന്നിട്ട് അമ്മ, അത് വേറൊരു വലിയൊരു വിഷയം. അമ്മ മരിച്ച് അമ്മ ചവിട്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ അമ്മയെ നമുക്ക് കിടന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ അമ്മ അനങ്ങുന്നില്ല. ഇവൻ കൂട്ടുകാരൻ അന്വേഷിച്ച് ഒരൊറ്റ ഓട്ടമാണ്. ഓടുന്ന വഴിക്കാൻ വീടുന്നുണ്ട്, ഇടിയും കൊള്ളിയാനും അതിനൊക്കെ ഭരിച്ചുകൊണ്ട് ഇവൻ കൂട്ടുകാരൻ പിടിച്ചെന്നു. എന്താണ് നീ അർദ്ധരാത്രി സമയത്ത് നിനക്ക് എന്ത് പറ്റി? എടാ അത് ഞാൻ പിന്നെ പറയാം, നീ വീട്ടിൽ വരുന്നതാ. എടാ നിനക്ക് എന്ത് പറ്റി? നടന്ന സംഭവം വിശദീകരിക്കുക. അപ്പം മദ്യപായത് വെള്ളം എടുക്കും. എനിക്ക് ദേഷ്യം വന്നു ഞാൻ അമ്മയൊരു ചവിട്ടി എന്ന് പറയുമ്പോൾ തൻ്റെ സുഹൃത്ത് ഇവനോട് ഈ കഥാപാത്രത്തോട് ഡയലോഗ് പറയുന്നുണ്ട്. എടാ നിൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ടും ഇന്നേ വരെ ഒരു കുറവും കൂടാതെ 10 മാസം ചുമന്ന് വേദനയോടെ പ്രസവിച്ച നിൻ്റെ പെറ്റ മാതാവിനെ ചവിട്ടുവാൻ നിൻ്റെ മനസ്സാക്ഷി എങ്ങനെ അനുവദിച്ചടാ? നീ മനുഷ്യനാണോടാ? കുറച്ച് സ്പീഷ്യൽ. ഏതായാലും നീ അമ്മയോ. അപ്പോൾ ഇവൻ ഡോക്ടറാണ്. ഒരു കൂട്ടാണ് ഡോക്ടർ വന്ന് കൈ പൾസ് പിടിച്ച് നോക്കി. ഇവൻ്റെ പേര് ബ്രോംസ്കി, മെയിൻ കഥാപാത്രം ബ്രോംസ്കി. നീ ഇനിയും അമ്മയെ നീ വിളിക്കണ്ട. എന്ത് പറ്റിയാണ്? ഒന്നും പറ്റിയില്ല. നിൻ്റെ ചവിട്ടാൻ നിൻ്റെ അമ്മ എന്നേക്കുമായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു കഴിഞ്ഞു. ഭയങ്കര ഒരു ആ സീന് വരിക എന്ന് പറയുമ്പോൾ ഒരു അത് കാണികളൊക്കെ അയ്യോ ഇങ്ങനെ പിടിച്ചു വല്ലാത്തൊരവസ്ഥയിലും കരയുന്ന സീനുകൾ അപൂർവമായിട്ടാണെങ്കിലും കണ്ടിട്ടുണ്ട്. ഒരുപാട് വിദേശ യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ട് രാജൻ അല്ലേ? വിദേശം അതൊക്കെ എൻ്റെ ജീവിതത്തിലെ വലിയ പറയാൻ വാക്കുകളില്ല. 22 മണിക്കൂർ എങ്ങനെയാണ് നോൺ സ്റ്റോപ്പായിട്ട് കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത്? അത് ഞാൻ സത്യം പറഞ്ഞാൽ അതൊരു വേൾഡ് റെക്കോർഡായിരുന്നു അല്ലേ? വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു സംഭവമായിരുന്നു. 22 മണിക്കൂറിൽ 1 മണിക്കൂറിൽ 5 മിനിറ്റ് റെസ്റ്റ് കിട്ടും. നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ എന്തെങ്കിലും. രാജൻ, എൻ്റെ ചോദ്യങ്ങൾ രാജനെ എന്തെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്, തുറന്നു ചോദിക്കുകയാണ്. കാരണം ഇത് ഡീപ്പ് ഇൻ ടു ദ കോറാണ്. അതായത് രാജൻ അറിഞ്ഞോ എന്നറിയില്ല, എനിക്ക് രാജനെ കുറിച്ച് ഞാൻ പഠിച്ച കൂട്ടത്തിൽ കുറേ വലിയ സത്യങ്ങൾ ഞാൻ അറിഞ്ഞായിരുന്നു. അതായത് ഈ അടുത്തിടെ നടന്ന ഒരു ക്ഷേത്രത്തിൻ്റെ സംഘാടക സമിതിയിൽ ആ ക്ഷേത്രത്തിൽ രാജേട്ടൻ്റെ കഥാപ്രസംഗം വെക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പുള്ളിയെ വെക്കേണ്ട കാര്യമില്ല, കഥാപ്രസംഗം മാറി പുള്ളി ഇപ്പോൾ മരണപ്പാട്ടുകൾക്ക് പോകുന്ന അദ്ദേഹം ഒരു പേരൂടെ പറഞ്ഞു, അതുകൂടെ മരണരാജൻ പറയുന്നു.
ഇത് ആൾക്കാരിലൂടെ രാജേട്ടൻ എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയുള്ള പരിഹാസങ്ങൾ? അതായത് ഇപ്പോൾ ബഹുമാനപ്പെട്ട പത്മകുമാർ എന്നോട് ചോദിച്ച ചോദ്യം സാധാരണ ഇൻ്റർവ്യൂവിൽ അവിടെ മനസ്സിൽ കാണുന്ന ഒരു ചോദ്യം ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇങ്ങനെ ചോദിച്ചിട്ടില്ല. താങ്കൾ പറഞ്ഞ് കറക്റ്റാണ്. ഈ വിലാപയാത്ര പാടുമ്പോൾ ഒത്തിരി പേരെന്നെ ആക്ഷേപിച്ചു, ഒത്തിരി പേര് കളിയാക്കി. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഹിന്ദുസ് കമ്മ്യൂണിറ്റിയിൽ ധാരാളം പ്രോഗ്രാം നടത്തി, SNDPയുടെ നടത്തുന്നുണ്ട്, ഹിന്ദുക്കളുടെ നടത്തിയിട്ടുണ്ട്. ശ്രദ്ധേയമായ, ചിന്തിക്കാൻ പോലും കഴിയാത്ത റേഞ്ചിൽ അവരഭിപ്രായം റിപ്പോർട്ട് കിട്ടുന്നു. ഞാൻ പറഞ്ഞ വേറെ പോയിന്റ്, അതായത് അന്ന് കളിയാക്കിയവർ ഇന്ന് എന്ന് പറയാൻ, പ്രത്യേകിച്ച് കലാകാരന്മാർ, വണ്ടിക്കാർ, സൗണ്ടുകാർ, കീബോർഡിസ്റ്റ്, പാട്ടുകാരി, ഇവരൊക്കെ ഇന്ന് ഉപജീവനം കഴിയുന്ന ഇങ്ങനൊരു പരിപാടി രാജൻ അന്ന് കണ്ടുപിടിച്ചത് കൊണ്ടാണ്. ഭയങ്കര ഒരു സംഭവമാണ്. എന്താണ് അവിടെ നടക്കുന്നത്? ഇപ്പോൾ ഒരു മരണ വീട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ കലയിലൂടെ എന്താണത് പറയാൻ ശ്രമിക്കുന്നത്? ആ കലയിലൂടെ ആ ശവസംസ്കാര ശുശ്രൂഷ ഏറ്റവും മനോഹരമായി ഹൃദയത്തിൽ തറയ്ക്കത്തക്ക നിലയിൽ ശാന്തമായ പാട്ടുകൾ പാടുമ്പോൾ അവർ വേറൊരു തലത്തിൽ. അല്ല, അത് എനിക്ക് അനുഭവമാണ്. ഞാനൊരു ശവസംസ്കാര ചടങ്ങിന് രാജേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. കാരണം ആ മരണത്തിന്, ആ ഒരു ദുഃഖത്തിൽ നമ്മളെ അങ്ങ് വല്ലാതെ കൊണ്ടുപോവുകയാണ്. അങ്ങറിയാത്തൊരു സത്യം ഞാനിപ്പോൾ പറയാം. ആ ചോദ്യം ചോദിച്ചുകൊണ്ട്, മാമൻ മത്തായി മോശക്കാരനല്ലല്ലോ. അല്ല, പാലാ KM മാണി 50 വർഷക്കാലം കേരളത്തെ നയിച്ച MLA ആയും മന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും പാലാ KM മാണി, പിന്നെ തോമസ് ചാണ്ടി, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ വിലാപയാത്രയ്ക്ക് സാന്നിധ്യമരുളുവാൻ ഈശ്വരൻ എനിക്ക് അവസരം തന്നു. അമേരിക്കയിൽ പോയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ അഭിനന്ദിച്ചത് ഈ ഒരു വിഷയത്തിലാണ്. പിന്നെ മുമ്പേ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒത്തിരി നന്മകൾ ചെയ്യുമ്പോൾ ഈ കൂരമ്പുകൾ, ഹൃദയത്തെ വേദനിപ്പിക്കത്തക്ക വിഷയങ്ങളൊക്കെ വരുമ്പോൾ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. കാരണം മനസ്സാക്ഷി വിരുദ്ധമായിട്ടായി ഒറ്റയ്ക്കിരുന്ന് തേങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഒരു അത് സ്വന്തം നാട്ടുകാർ, വളർത്തേണ്ട നാട്ടുകാർ അല്ലേ. നമുക്ക് മലയാളികളുടെ ഒരു പ്രശ്നമാണ് കളിയാക്കൽ. ഏത് ജോലിയും, എല്ലാ ജോലിയിലും ഉണ്ട് ഒരു വിഷയം. പക്ഷെ പോസിറ്റീവായി കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും ഈ ഗാനവുമായിട്ട് ബന്ധപ്പെട്ട് പല അനുഭവങ്ങൾ എന്നെ കേൾക്കാതെയും കേൾപ്പിച്ചും സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ആ ഘട്ടമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അത് ഒരു അംഗീകാരത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഈ വിലാപയാത്രയിൽ നിന്ന് പല സന്ദർഭങ്ങളും കിട്ടിയിട്ടുണ്ട്. നെരടൻ രാജ എന്ന കാഥികൻ കഥാപ്രസംഗത്തിൽ നിന്നും മാറി അതല്ല, നശിച്ച് പണി ചെയ്യാതെ കറങ്ങി നടന്ന് ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടിയിരുന്നെങ്കിൽ ആൾക്കാർക്ക് പ്രശ്നമില്ല. പക്ഷെ അതിനെ മറ്റൊരു തലത്തിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിച്ചപ്പോഴാണ് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ പോയത്. ഞാൻ 21 വർഷക്കാലം വിരിയാണി വെയിലത്തും ഇടിവെട്ടി പെയ്യുന്ന മഴയത്തും സൈക്കിൾ ചവിട്ടി വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഒരു അധ്യാപകനോടാണ് ഞാൻ. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിലൂടെ, ബുദ്ധിമുട്ടിലൂടെ ആരാ സപ്പോർട്ട്? പിതാവ് മാത്രം. ആ പിതാവ് മരിക്കുന്നു. ജീവിതം ഒരു ചോദ്യചിഹ്നമായി മാറുന്നു. കഥാപ്രസംഗത്തിലെ രാജാക്കന്മാർ മരിക്കുന്നു, ചക്രവർത്തികൾ മരിക്കുന്നു, സാംബശിവൻ, കെടാമംഗലം, ഒറ്റരാമേന്ദ്രൻ, VD രായപ്പൻ, കൊല്ലം ബാബു, ഇവരൊക്കെ മരിക്കുന്നു. കഥാപ്രസംഗം പുതിയ അസ്തമയം ആയിക്കൊണ്ടിരിക്കുന്നു. ജീവിതം ചോദ്യചിഹ്നമായി. ഞാനൊരു വിലാപയാത്രാഗാനം പാടുന്നത് തെറ്റാണോ സാർ? ജീവിക്കണ്ടേ? എൻ്റെ ഭാര്യയ്ക്ക് ജീവിക്കണ്ടേ? എൻ്റെ മക്കൾക്ക് ജീവിക്കണ്ടേ? ഞാൻ പാടുന്നു. ഞാൻ ത്രിപ്പാട്ടല്ലോ പാടുന്നത്. ഒരു പാട്ടല്ലേ വിലാപഗാന ഗാനങ്ങൾ? ഒന്ന് മൂളുവോ ഏതെങ്കിലും ഒരു പാട്ട് അഭിമാനത്തോടുകൂടി? വത്സലരേ ദൂര എന്തിനു നിൽക്കുന്നേ, അരികിൽ വരുവിൻ, സ്ലോമോ തരുവിൻ, പ്രാർത്ഥിച്ചിടുവീൻ, സങ്കടകീർത്തനമെൻ പേർക്കായി പാടിടുവീൻ, മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ. ഈ അടുത്ത സമയത്ത് ലതാപ്രസാദിൻ്റെ ഒരു ശവസംസ്കാര ചടങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു. ആ നാട് കണ്ടതിൽ ഒരുപക്ഷെ ഇലിഞ്ഞിക്കൽ ബേബിച്ചതിന് ശേഷം ഏറ്റവും ശ്രദ്ധേയമായതാണ്. അല്ല, അത് തന്നെയാണ് ഈ ഇപ്പം പാടി ഇപ്പം ചൊല്ലിയ അതേ പാട്ടും അതേ താളത്തിലും ഇന്ന് ആ ഒരു ശവസംസ്കാര ചടങ്ങി വരുന്ന ആൾക്കാരുടെ ഹൃദയത്തെ ഏറ്റെടുക്കുന്ന പോലല്ലേ ഒരു കാലത്ത് ഉത്സവപ്പറമ്പുകളൊക്കെ നൂറുകണക്കിന് ആൾക്കാരെ ഒരു നിമിഷം പോലും കണ്ണ് ചിമ്മാതെ അല്ലേ ഒരു കഥയുടെ ലോകത്തേക്കും മഹാഭാരതത്തിലേക്കും അല്ലേ കൊണ്ടുപോയത്. ശ്രീനാരായണ ഗുരുവിനോട് ബഹുമാനം തോന്നുന്നില്ല? അദ്ദേഹമാണല്ലോ ഇത് ജനകീയമാക്കിയതല്ലേ, തുടങ്ങി വെച്ചത്. കഥാപ്രസംഗ ഉപജ്ഞാതാവ് ഗുരുദേവൻ. സത്യം പറഞ്ഞാൽ കാഥികന്മാർ പോലും ഇത് പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞു? കാഥികന്മാർ പോലെ ക്ഷേത്രങ്ങളിൽ കഥാപ്രസംഗത്തിൻ്റെ ഉപജ്ഞാതാവ് ശിഷ്യനായിരുന്നു കുമാരനാശാൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് സത്യദേവന് കൊടുത്തത്. സത്യദേവൻ ശിഷ്യനായിരുന്നു. ചണ്ടാല ഭിക്ഷുകിയായിരുന്നു. ചണ്ടാല ഭിക്ഷുകി. അതെ, ചണ്ടാല ഭിക്ഷുകിയാണ് അത് അവതരിപ്പിക്കുന്ന കഥ.
തിരിച്ചു വരുമോ കഥാപ്രസംഗം വീണ്ടും ഉത്സവ പറമ്പുകളിൽ? അല്ല അതും ഇപ്പോൾ ചോദിച്ചതിനേക്കാൾ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ്. ഞാൻ മനസ്സിലാക്കി ലോകപരിജ്ഞാനം, ജനങ്ങൾ എന്തും ആട്ടെ, ജനങ്ങൾ എന്തും പറയട്ടെ, എങ്ങനെ നമ്മളെ ഏതെല്ലാം തരത്തിൽ നെഗറ്റീവ് ആക്കി സംസാരിക്കട്ടെ, ഫുട്ബോൾ പോലെ ആയിരിക്കും. എത്ര ശക്തമായി ഫുട്ബോൾ താഴെ കട്ടിക്കുന്നുവോ അത്രയ്ക്ക് ശക്തമായി ഉയരും. നമ്മുടെ തൊഴിൽ അത് കഥാപ്രസംഗം എന്നല്ല. ഞാൻ ചുമ്മാ നിന്നുകൊണ്ട് സിബിയോട് ചോദിച്ചു, ഈ മേഖലയിൽ എത്ര വർഷമായി? ശരിയല്ലേ? ചോദിച്ചില്ലേ? 24 വർഷം. ശരിയല്ലേ? അമ്മ കറക്റ്റ്. നമ്മുടെ പാത ശുദ്ധമാണെങ്കിൽ, നമ്മുടെ ലക്ഷ്യം സംശുദ്ധമാണെങ്കിൽ, കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ ഒരു മനുഷ്യനും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. കുടുംബമൊക്കെ രാജേട്ടൻ അവരൊക്കെ ഒരു നിലയിലെത്തി അല്ലേ? സാധിച്ച് എനിക്ക് ഭാര്യ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ ഒരു സെക്രട്ടറി പോലെ പുള്ളിക്കാരി നിൽക്കുന്നു, ഞാൻ പുള്ളിക്കാരൻ്റെ സെക്രട്ടറിയാണ് നിൽക്കുന്നു. ഒരു ധാരണയിൽ 2 മക്കൾ, ഒരു മോനും ഒരു മകളും. മോഡ് വിവാഹം കഴിഞ്ഞു. അവർ രണ്ടുപേരും അയർലൻഡിൽ, മോള് നേഴ്സാണ്, മരുമോനും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു അയർലൻഡിൽ. അവർക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നു ഈ കഥാപ്രസംഗത്തോട്? കഥാപ്രസംഗകനോട് എന്തെങ്കിലും താല്പര്യക്കുറവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പറയാൻ പറ്റില്ല. കാരണം അവരാക്കി വളർത്തിയെടുത്ത് അവിടെ അച്ഛനല്ല, അച്ഛൻ ഈ ജോലി ഉണ്ടല്ലോ ജീവിക്കുന്നു. അപ്പോൾ ആ ഒരു, പക്ഷേ അവരൊക്കെ കലാകൃതിയുണ്ട് കേട്ടോ. മോള് നല്ലപോലെ പാടും, ഡാൻസ് കളിക്കും, പരിപാടികളൊക്കെ ഉണ്ട്. മകനാണെങ്കിൽ കോയിലെ ശ്രദ്ധേയനായ ഒരു പാട്ടുകാരനായി മാറിക്കൊണ്ടിരിക്കുക. പാടും, നന്നായിട്ട് പാടുമല്ലോ. നല്ല റേഞ്ചിൽ പാടും, നല്ല തരത്തിൽ പാടും. പാരമ്പര്യം, ഇപ്പോഴത്തെ പുതിയ സ്റ്റൈൽ ചാട്ടമൊക്കെ ചാടി നിന്നല്ലല്ലോ പാടുന്നത്. ഇപ്പോൾ പിള്ളേരൊക്കെ ചാട്ടം ചാടിയൊക്കെ വല്ല പാടുന്നത്. ഹൃദയത്തിൽ നിന്ന് ഒരു പാട്ടുകൂടെ പാടുക. അപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്തു. എൻ്റെ വ്യക്തിപരമായ കാര്യത്തെ പോലും മനോഹരമായ ചോദ്യത്തിലൂടെ എന്നെക്കൊണ്ട് മറുപടി പറയിപ്പിച്ചു. ഇത് എൻ്റെ ജീവിതത്തിലെ, താങ്കളുടെ ജീവിതത്തിൽ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന നിരവധി ആൾക്കാരുണ്ട് സൈഡിലൊക്കെ. അവരുടെ ജീവിതത്തിലെ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുമട്ടിൽ ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ മലർമഞ്ചൽ തോളിലേറ്റി പോവുകില്ലേ. ഓ, നമ്മൾ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ. നടൻ ഇവിടെ തുടരുകയാണ്. കഥ പറഞ്ഞ് ഹൃദയങ്ങൾ കീഴടക്കി ജനഹൃദയങ്ങളിലേക്ക് ഇനിയും ഒരുപാട് കയറാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. സന്തോഷം. നന്ദി. ഓക്കെ.